റഹ്മാൻ, ഭാവന എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു ഫിലിമാണ് അനോമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടു. അപ്പോൾ ആ ഒരു ടീസർ എനിക്ക് കണ്ട സമയത്ത് കിട്ടിയിട്ടുള്ള ഫീലിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇത് 1000 ബേബീസ് തന്നെ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എക്സാക്ട് 1000 ബേബീസിൻ്റെ കളർ ഗ്രേഡിങ്സ്, 1000 ബേബീസിൻ്റെ ആ സെയിം വൈബാണ് എനിക്ക് ഈ ഒരു ഫിലിം കിട്ടിയത്. 1000 ബേബീസിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഒരു മിസ്റ്ററി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിലിം ട്രെയിലർ ഒട്ടനാളെ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ഒരു മെയിൻ ജോണർ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലറാണ്, ഒരു സൈക്കോ ത്രില്ലർ, ഒരു പരിപാടിയാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഫിലിം ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കഥ എന്താണ് എന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ഫിലിം ഇറങ്ങുന്നവരെ എനിക്ക് ഈ ഒരു പടം കാണാൻ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, ഇത് ടീസർ ഇറങ്ങുന്നവരെ. പക്ഷേ ഈ റഹ്മാൻ്റെ കാക്കി യൂണിഫോമിലുള്ള കോസ്റ്റ്യൂമുള്ള അത് കണ്ടതോടുകൂടി സത്യം പറയാലോ ഇത് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടിയെന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിന് ആ യൂണിഫോം കാണുന്ന സമയത്ത് പണ്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഫിലിമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഔറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സെയിം സംഭവം ഇപ്പോൾ ഇദ്ദേഹത്തിന് കീഴിലുണ്ട് എന്നുള്ളതാണ്. 20 വർഷം കഴിഞ്ഞ് എന്നിട്ടും അദ്ദേഹത്തിന് ആ സെയിം സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കിടലൻ സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഒറ്റ കാര്യത്തിലാണ്. പിന്നെ റഹ്മാനെ പറ്റി പറയുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 2000-ങ്ങൾക്ക് മുമ്പായിരുന്നു ഇദ്ദേഹം മലയാളത്തിൽ ഭരിച്ചിരുന്നൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ഫിലിംസ് ഒന്നും ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഫിലിംസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, രാജമാണിക്യം, 1000 ബേബീസ്, പിന്നെ അതുപോലെ ധ്രുവങ്ങൾ 16. 1000 ബേബീസ് വെബ് സീരീസ് ആണ്, ധ്രുവങ്ങൾ 16. പിന്നെ അതുപോലെ ബാഡ് ബോയ്സ്, ഒമർ ലുലുവിൻ്റെ അത് വിടാം, അത് നമുക്ക് വിടാം. പിന്നെ അതുപോലെ തന്നെ രണം, പൃഥ്വിരാജിൻ്റെ രണം എന്ന ഫിലിമിനൊക്കെ അന്യായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതിന്. പക്ഷേ അതൊന്നും ഇദ്ദേഹത്തിന് തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഫിലിമിലൂടെ മിക്കവാറും ഇദ്ദേഹം ഒരു റീ എൻട്രി തന്നെ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.